ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 15 മുതലുള്ള വാക്യമാണ് വായിക്കുന്നത്. സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. അപ്പോൾ ദൈവസന്നിധിയിൽ ഒരു ജീവിതം ആഗ്രഹിച്ച് പ്രതിസന്ധിയുടെ നടുവിൽ ഒരു കുഞ്ഞ് കരഞ്ഞതാണ് ഇവിടെ നാം കേട്ടത്. എന്നിട്ട് ആ കരഞ്ഞ കുഞ്ഞ് ആ മരുഭൂമിയിൽ വെച്ച് ഒന്നും അല്ലാതായി പോയോ? അപകടത്തിൽ പെട്ടോ? മരിച്ചു പോയോ? അവിടെ തന്നെ അടക്കുവാണോ ചെയ്തത്? പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു നേരത്താണല്ലോ അമ്മ തൻ്റെ കുഞ്ഞിനെ മാറ്റിക്കിടത്തിയത്. ആ അമ്മ പുറകോട്ട് തിരിഞ്ഞത്, ആ കുഞ്ഞ് കരഞ്ഞത്. പ്രതീക്ഷയ്ക്ക് 1% പോലും സാധ്യതയില്ലാത്ത സമയത്താണ് ഈ പ്രവർത്തികളെല്ലാം ഉണ്ടായത്. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചവരും കരഞ്ഞവരും ജീവിതത്തിൽ തോൽക്കില്ല. ഏതവസ്ഥയിലാണെങ്കിലും ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും. ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്, സഞ്ചിയിലെ വെള്ളം മുഴുവൻ തീർന്നു. കുടിക്കാൻ പോലും വെള്ളം ഇല്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയോ? തീർന്നു പോയോ? ഒരുപക്ഷെ ചിലരുടെ ജീവിതത്തിൽ സന്തോഷം തീർന്നു, സമാധാനം തീർന്നു, സാമ്പത്തികം തീർന്നു, പ്രതീക്ഷ തീർന്നു, പലതും തീർന്നു പോയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഇനി എങ്ങനെ ശരിയാകുമെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ കരഞ്ഞവർ ജീവിതത്തിൽ തോൽക്കില്ല. ഈ കരഞ്ഞ കുട്ടി തോറ്റുപോയോ? എന്നാൽ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 20 വാക്യം, ദൈവം ആ കുട്ടിയോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്നു. അവൻ വളർന്നു. അവിടെ ദൈവമാണ് അവനെ വളർത്തിയത്. ദൈവസന്നിധിയിൽ കരയുന്നവരെ വളർത്തുന്ന, ഉയർത്തുന്ന, രക്ഷപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ വളർന്നു. ഇനി അടുത്തതോ സമൃദ്ധനായ ഒരു വില്ലാളിയായ വ്യക്തിയായി തീർന്നു. സമൃദ്ധനായ, കേവലം വെറുതെ യുദ്ധം ചെയ്യുന്ന സാധാരണ വില്ലാളി എന്നല്ല, സമൃദ്ധനായ, സാമർത്ഥ്യം കൊണ്ട് നിറഞ്ഞ, സാമർത്ഥ്യമുള്ളവനായി മാറി. ദൈവസന്നിധിയിൽ ജീവിതം ആഗ്രഹിച്ച് ഒരുപക്ഷെ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നീ രക്ഷപ്പെടും. മാത്രമല്ല, ലക്ഷ്യസ്ഥാനത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ നീ എത്തുകയും ചെയ്യും. പലരുടെയും അത്ഭുതത്തിന് അത് കാരണമാകും. മരിച്ചു പോകും എന്ന് പറഞ്ഞ ആളിനെയാണ് ദൈവം അവനെ വളർത്തിയത്, സമർത്ഥനായ വില്ലാളിയാക്കിയത്. ആരാണ് സമർത്ഥനായ വില്ലാളിയാകാൻ അവന് പരിശീലനം നൽകിയത്?
എങ്ങനെയാണ് സമർത്ഥനായ ഒരു വില്ലാളിയാകാൻ കഴിയുക? ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവന് സമർത്ഥനായ ഒരു വ്യക്തിയാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. ആ വാക്യം വായിച്ചായിരുന്നു. ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന ഏത് പ്രായത്തിൽ ഉള്ളവരായിക്കൊള്ളട്ടെ, വചനം കേൾക്കുന്ന നിങ്ങളുടെ കൂടെ തീർച്ചയായും സ്വർഗത്തിലെ ദൈവം ഉണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവാനുഗ്രഹമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരു നന്മയുടെ വെളിച്ചമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കുന്ന വെളിച്ചമാണ്. ദൈവസന്നിധിയിൽ കരഞ്ഞവൻ ജീവിതത്തിൽ തോറ്റില്ല. ഈ വചനം കേട്ട നിന്നെ ദൈവം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. ദൈവം നിന്റെ കൈ പിടിച്ച് പലരുടെയും മുൻപിൽ സമർത്ഥനാക്കി എത്തിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് പലതും ആഗ്രഹിച്ചായിരിക്കാം. നല്ലൊരു ജോലി, നല്ലൊരു കുടുംബം, സന്തോഷകരമായ ജീവിതം, നല്ലതുപോലെ മക്കൾ പഠിക്കണം, വിവാഹം നടക്കണം, തലമുറകളെ ലഭിക്കണം, നിരാശ മാറണം, രോഗം മാറണം, മനസുഖം ലഭിക്കണം തുടങ്ങി 100 ആവശ്യങ്ങളോടുകൂടിയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ദൈവസന്നിധിയിൽ കരയുന്നവർ, അവരെ ദൈവം ലക്ഷ്യസ്ഥാനത്ത് തീർച്ചയായും എത്തിക്കും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി നിങ്ങൾ ഈ ദൈവവചനം കേൾപ്പിക്കണം. കാരണം ഇത് ഒരു വലിയൊരു അനുഗ്രഹമായി അവർക്ക് ഇടയായിത്തീരും. അവരുടെ ഉള്ളിൽ നമ്മളൊരു 10 ദിവസം ഉപദേശിച്ചാൽ കിട്ടാത്ത അനുഗ്രഹം 10 മിനിറ്റ് വചനം കേൾക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്നു. പക്ഷേ കേൾക്കുന്ന ഒരു വചനം മതി, ആ വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം മതി ജീവിതം മുഴുവൻ മാറാൻ.